Hello, welcome to Safia Future Academy Board Booster Series. Last class we maths discuss integration topic. Integration substitution method special integrals method. Then last integration partial fraction method. Very important method partial fraction method. Question partial fraction apply ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പോർഷൻ ആണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന മെത്തേഡ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. അതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവിൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ പഠിക്കുന്നുണ്ട് അല്ലേ? d by dx of u into v equal to u into dv by dx plus v into du by dx. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ plus second function into derivative of first function. ഇതായിരുന്നു നമ്മുടെ ഡെറിവേറ്റീവ് ഓർ ഡിഫറൻസിയേഷൻ അത് നമ്മൾ പഠിക്കുന്ന പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇന്റഗ്രേഷനിൽ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. f of x into g of x is equal to first function into integral of second function minus integral of derivative of first function into integral of second function. ഇത് വേണമെങ്കിൽ uv ഫോമിൽ ഞാൻ എഴുതി കാണിക്കാം. Integral uv dx is equal to first function into integral of second function minus integral of ആ ഇന്റഗ്രലിനകത്ത് രണ്ട് സാധനം വരണം. എന്തൊക്കെയാണ്? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷനും വരണം, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷനും വരണം. First function into integral of second function minus integral of derivative of first function into integral of second function. ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷന്റെ ബൈപാർട്സ് റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് നന്നായിട്ട് നോക്കിയാൽ അറിയാം. ഈ v എന്ന് പറയുന്ന സെക്കൻഡ് ഫംഗ്ഷൻ രണ്ടിടത്ത് നമ്മൾ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയ u ഇവിടെ വെറുതെ എഴുതി വെച്ചിട്ടുള്ളൂ. ഇവിടെ യുവിന്റെ ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ആ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേഷൻ എഴുതുന്നത് ആരുടെ മാത്രമേ ഉള്ളൂ? സെക്കൻഡ് ഫംഗ്ഷന് മാത്രം ഇന്റഗ്രൽ കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം? ഇന്റഗ്രേഷൻ അറിയാവുന്ന ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ ഏതാ ഇന്റഗ്രൽ ഇതുവരെ നമ്മൾ പഠിക്കാത്ത ഫംഗ്ഷൻ? ഏത് ഫംഗ്ഷനിലേക്കാ? ലോഗരിതമിക് ഫംഗ്ഷൻ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചില്ല. പഠിച്ചോ? log x ന്റെ ഇന്റഗ്രൽ എന്താണെന്ന് പഠിച്ചില്ല. log x ന്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് 1/x ന്റെ ഇന്റഗ്രൽ log x ആണെന്ന് പഠിച്ചു. പക്ഷെ log x ന്റെ ഇന്റഗ്രൽ പഠിച്ചില്ല. sin inverse x ന്റെ ഡെറിവേറ്റീവ് 1/√(1 - x square ആയതുകൊണ്ട് 1/√(1 - x square ന്റെ ഇന്റഗ്രൽ sin inverse x ആണെന്ന് പഠിച്ചു. sin inverse x ന്റെ ഇന്റഗ്രൽ പഠിച്ചില്ല. അതായത് ഇതുവരെ പഠിച്ചതിനകത്ത് നമ്മൾ ആരുടെയൊക്കെ ഇന്റഗ്രൽ പഠിക്കാത്തത്? ലോഗരിതമിക് ഫംഗ്ഷന്റെയും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും ഇന്റഗ്രൽസ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റൂളിനകത്ത് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സിനകത്ത് ഇവരാരെങ്കിലും വന്നാൽ, ആരാ? ലോഗരിതമിക് ഫംഗ്ഷനോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ വന്നാൽ അത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് വേണം പ്രോബ്ലം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ x² sin x നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോവാം. നേരെ പറഞ്ഞത് x² log x ആണെങ്കിലോ ടേക്ക് log x as the first function. അത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഓർഡർ ഒന്ന് മാറ്റി എടുക്കേണ്ടതായിട്ട് വരും. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇന്റഗ്രല് x² sin x. ഇത് രണ്ട് നമുക്ക് ഇന്റഗ്രൽ അറിയാവുന്നതാണല്ലോ. ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോവാം. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ x² into sin x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? മൈനസ് cos x മൈനസ് ഇന്റഗ്രൽ ഓഫ് x² ന്റെ ഡെറിവേറ്റീവ് 2x, ഇതിന്റെ ഇന്റഗ്രല് മൈനസ് cos x. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഈ ടേം നമുക്ക് അതുപോലെ തന്നെ എഴുതാം. മൈനസ് x² cos x. ഈ മൈനസും കൂടെ എന്താണ്? പ്ലസ്. ഇവിടെ ഒരു 2 പുറത്തെടുത്തു. ബാക്കി എന്ത് വന്നു? വീണ്ടും അവിടെ ഒരു x cos x വീണ്ടും വന്നില്ലേ? അപ്പൊ വീണ്ടും നമ്മൾ ആ x cos x നെ എന്ത് ചെയ്യണം? നമ്മള് ഇന്റഗ്രേഷൻ വീണ്ടും ഒരു തവണ കൂടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുക്കാം. അപ്പൊ ഈ ടൈം ഇനി ഒന്നും ചെയ്യണ്ട. ഇവിടെ 2 into ഇവിടെ വീണ്ടും ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ബൈ പാർട്സ് മെത്തേഡിലോട്ട് വരൂ. അപ്പൊ എങ്ങനെയാ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു cos x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് sin x മൈനസ് ഇന്റഗ്രൽ ഓഫ് x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1, cos x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് sin x dx. സോ ദാറ്റ്സ് ഈക്വൽ ടു ഈ ടേം അതുപോലെ എഴുതി. ഇവിടെ ഒരു 2x sin x
-2. ഈ -2 ഇൻറ്റു സൈൻ എക്സിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് എക്സ്. ഇതാ ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് ഇന്റഗ്രേഷന്റെ ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കാരണം എക്സ് സ്ക്വയറും സൈൻ എക്സും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതിനെല്ലാം നമുക്ക് ഇക്വേഷൻസ് അറിയാം. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ് സ്ക്വയർ ലോഗ് എക്സ് എന്ന് പറഞ്ഞായിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ take log x as the first function അല്ലെ. അപ്പോ ഇതിന് എങ്ങനെ കൊടുക്കാം, നമ്മള് log x into x square എന്ന് കൊടുക്കാം. ഇനി ഇന്റഗ്രേഷന്റെ ബൈപാസ് റൂളിലോട്ട് പോവാം. എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ log x into x സ്ക്വയറിന്റെ ഇന്റഗ്രല് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് ഇന്റഗ്രൽ ഓഫ് log x ന്റെ ഡെറിവേറ്റീവ് 1 by x, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രല് എക്സ് ക്യൂബ് ബൈ 3. അപ്പോൾ ഈ ടേം അതുപോലെ തന്നെ എഴുതി. ഇവിടെ -1/3 പുറത്തെടുത്തു. ഇവിടെ എക്സ് സ്ക്വയർ കിട്ടി. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രല് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഈ ടേം അങ്ങനെ തന്നെ എഴുതി, മൈനസ് എക്സ് ക്യൂബ് ബൈ 9 പ്ലസ് സി. അപ്പൊ രണ്ട് മെത്തേഡ് മനസ്സിലായോ? ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്? ഇതിപ്പോ രണ്ട് നമുക്ക് അറിയാവുന്നതാണ്. പോളിനോമിയൽ ട്രിഗ്നോമെട്രിക് ആണോ എന്നുണ്ടെങ്കിൽ ആ കിടക്കുന്ന രീതി തന്നെ. അപ്പൊ നമ്മൾ പോളിനോമിയൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, ട്രിഗ്നോമെട്രി സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുത്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തു. ഇനി അതല്ല, നമുക്ക് ഇപ്പൊ e raised to x ന്റെ കൂടെയാണ് വരുന്നതെങ്കിലും അതേപോലെ തന്നെ ചെയ്യാം. ആ പോളിനോമിയൽ ഫംഗ്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കാം, ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. ഇനി ലോഗരിതമിക് ഫംഗ്ഷനോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ വന്നാൽ അതിന് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്, ടേക്ക് ദാറ്റ് ഫംഗ്ഷൻ ആസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. എന്നിട്ട് നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യാം, ഇന്റഗ്രേഷന്റെ ബൈ പാർട്സ് എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്യാം. അതിന് വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി വന്നിട്ടുണ്ട്. സോ ടേക്ക് ദാറ്റ് ഫംഗ്ഷൻ ആസ് ദ ഫസ്റ്റ് വൺ. സോ ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ്. ഇനി ഇതിന് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കാം. എങ്ങനെ, ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രല് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രല് എക്സ് സ്ക്വയർ ബൈ 2 dx. ഈ ടേം അതുപോലെ തന്നെ എഴുതി. ഇവിടെ -1/2 ഔട്ട്സൈഡിൽ വന്നു. ഇവിടെ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx. മനസ്സിലായോ? ഇനി എങ്ങനെയായിരിക്കും ഇതിനെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറയും. ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്ററും 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ന്യൂമറേറ്ററും അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1 എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ ടൈം എങ്ങനെ വന്നു, -1/2 ഇന്റഗ്രൽ ഇതുണ്ടോ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ 1 മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഒരു സ്റ്റെപ്പ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഏതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ്? അങ്ങനെ തന്നെ വന്നു. -1/2 ഇൻറ്റു ഈ 1ന്റെ ഇന്റഗ്രൽ എത്രയാ, എക്സ് minus what's the integral of 1/1 plus x square, tan inverse x. So the answer is tan inverse x into x square by 2 minus 1/2x plus tan is 1/2 tan inverse x എന്ന് ആൻസർ കിട്ടും. ഇപ്പൊ രണ്ട് മെത്തേഡ് മനസ്സിലായോ? അതായത് പോളിനോമിയലും സൈൻ എക്സും അല്ലെങ്കിൽ പോളിനോമിയലും e raised to x. One take polynomial as the first function, sin x or any trigonometric function or e raised to x as the second function. നമുക്ക് വന്നിരിക്കുന്നത് ലോഗ് എക്സും അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുമാണ് ഈ പ്രോഡക്റ്റിനകത്ത് ഒരു ടേം എങ്കിൽ ടേക്ക് ദാറ്റ് ഫംഗ്ഷൻ ആസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാം, ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ റൂൾ കൊടുക്കാം. അപ്പൊ രണ്ട് റൂൾ നമ്മൾ പറഞ്ഞു. ഇനി ബൈ പാർട്സ് റൂളിനകത്ത് വരുന്ന മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ലോഗരിതമിക് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയോ മാത്രമാണ് വന്നിട്ടുള്ളൂ എങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രൽ എടുക്കുന്നത് നോക്കാം. അതായത് ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സും മാത്രമേ ഉള്ളൂ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയോ ലോഗരിതമിക് ഫംഗ്ഷനോ മാത്രം വന്നാൽ അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ, നമ്മൾ ഇൻറ്റു ഒരു 1 കൊടുത്തിട്ട് പ്രോഡക്റ്റോട് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും, ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ലോഗരിതമിക് ഫംഗ്ഷനോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ വന്നാൽ അതിന് എങ്ങനെയാ കൊടുക്കുന്നത്, അതിന്റെ കൂടെ ഇൻറ്റു ഒരു 1 കൊടുക്കുക. ഇനി എങ്ങനെയാ പറഞ്ഞേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1ന്റെ ഇന്റഗ്രൽ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x 1ന്റെ ഇന്റഗ്രൽ എക്സ്. അപ്പൊ നമുക്ക് എഴുതാം എന്താണ്, എക്സ് ലോഗ് എക്സ് മൈനസ് ഇത് കട്ടായി പോയി 1ന്റെ ഇന്റഗ്രൽ വീണ്ടും എക്സ്. ഇത്രയേ ഉള്ളൂ.
അത് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കുന്നില്ല, ഇങ്ങനെ ചെയ്തു വെക്കുക. നമുക്ക് എൻട്രൻസ് ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ log x ന്റെ ഇന്റഗ്രൽ ചോദിച്ചാൽ x log x മൈനസ് എക്സ് ഓർ x ഔട്ട്സൈഡ് എടുത്താൽ x ഇൻറ്റു log x മൈനസ് 1 ആണ് ഓർത്തിരിക്കുന്നത് നന്നാവും. അല്ലാതെ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് അത് പറയുന്നില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്കിപ്പോ സൈൻ ഇൻവേഴ്സ് എക്സ് മാത്രം ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഏതൊരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ അല്ലെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷനോ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് റൂൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ കൂടെ ഇൻറ്റു ഒരു 1 കൊടുത്താൽ മതി. അപ്പോ ഇത് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1. എങ്ങനെയാ പ്രോഡക്റ്റ് റൂൾ കൊടുക്കുന്നത് പറയൂ. സൈൻ ഇൻവേഴ്സ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1ന്റെ ഇന്റഗ്രൽ എത്രയാണ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഒരു എക്സ് വരും. അപ്പോൾ എന്തൊക്കെ ആൻസർ വന്നേ, എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് x/√1 മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് വന്നാൽ അതിന്റെ ആൻസർ 2√f(x) ആണെന്ന് പഠിച്ചിരുന്നല്ലോ. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആയ -2x വരും. 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് -2x. ആ -2x ന്യൂമറേറ്റർ ഉണ്ടെങ്കിൽ ആ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു -2 കൊടുത്തു, ഇവിടെയും ഒരു -2. സോ ദ ആൻസർ ഈസ് എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/2 ഇൻറ്റു ഇത് ഏത് ഫോം ആണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്. ദ ആൻസർ ഈസ് 2√f(x). ഇതിങ്ങനെ കട്ടായി. അപ്പോൾ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. അപ്പൊ നമ്മൾ മൂന്നാമത്തെ റൂളും പറഞ്ഞു. എന്താ മൂന്നാമത്തെ റൂൾ പറഞ്ഞിരിക്കുന്നത്, ലോഗരിതമിക് ഫംഗ്ഷനോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ മാത്രമാണ് വന്നിരിക്കുന്നത് എങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അതിന്റെ കൂടെ ഇൻറ്റു ഒരു 1 കൂടി കൊടുത്തിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഇനി അടുത്ത ഒരു റൂളും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. e⁻x ഉം sin x ഉം അല്ലെങ്കിൽ e⁻x ഉം cos x ഉം വന്നാൽ ഇവർ രണ്ടുപേരും ഡെറിവേറ്റീവ് എടുത്താലും ഇന്റഗ്രൽ എടുത്താലും തീരില്ല. എന്തുകൊണ്ടാണ്, e⁻x എത്ര തവണ ഡെറിവേറ്റീവ് എടുത്താലും ഇന്റഗ്രൽ എടുത്താലും വീണ്ടും e⁻x ആ. സൈനോ കോസോ ആണെങ്കിലോ ആദ്യം അത് കോസ് ആവും, പിന്നെ സൈൻ ആവും, പിന്നെ കോസ് ആവും. ഇവർ രണ്ടുപേരും തീരത്തില്ല ഒരിക്കലും. അപ്പൊ e⁻x ഉം sin x ഉം അല്ലെങ്കിൽ നമുക്ക് e⁻x ഉം cos x ഉം e⁻x ഉം sin x അല്ലെങ്കിൽ e⁻x cos x ഇതിൽ ആരെ വന്നാലും നമ്മൾ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം, സാധാരണ പോലെ അങ്ങ് ചെയ്തു പോവാം. എങ്ങനെ വരും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു cos x ന്റെ ഇന്റഗ്രൽ sin x മൈനസ് ഇന്റഗ്രൽ ഓഫ് e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x പിന്നെ എന്താ വന്നിരിക്കുന്നത്, ഇത് ഇന്റഗ്രൽ sin x. അപ്പോൾ e⁻x sin x ഫസ്റ്റ് ടേം, ഇവിടെ വീണ്ടും ഇന്റഗ്രേഷന്റെ ബൈപാസ് റൂൾ കൊടുക്കാം. എന്താണ്, e⁻x ഇൻറ്റു sin x ന്റെ ഇന്റഗ്രൽ മൈനസ് cos x മൈനസ് ഇന്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു മൈനസ് cos x കിട്ടി. അതായത് e⁻x sin x ഈ മൈനസും മൈനസും പ്ലസ് e⁻x cos x ഈ 3 മൈനസ് ഉണ്ട്, അപ്പൊ അത് മൈനസ് e⁻x cos x കിട്ടും. ഇനി ഇതിനെ വീണ്ടും ചെയ്താലും അത് എന്തായിട്ട് മാറും, e⁻x sin x ആയിട്ട് മാറും ഒരു സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോൾ. അപ്പൊ ഇന്റഗ്രൽ e⁻x sin x അല്ലെങ്കിൽ e⁻x cos x എത്ര സ്റ്റെപ്സ് നമ്മൾ ചെയ്തു പോന്നാലും ഇത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇത് ആദ്യത്തെ ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് e⁻x sin x ആയി, ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ അത് e⁻x cos x ആയി. ഇനി ഒന്നുകൂടെ ചെയ്താൽ ഇന്റഗ്രലിനകത്ത് e⁻x sin x വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക, നമ്മള് ഈ ക്വസ്റ്റ്യനെ തന്നെ നമ്മൾ ആദ്യം എന്തായിട്ട് കൊടുക്കുക, I എന്ന് കൊടുക്കുക. മനസ്സിലായോ? ആ ക്വസ്റ്റ്യനെ നമ്മൾ I എന്ന് കൊടുത്തു. അപ്പോൾ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് ആവുമ്പോ അതേ I നമുക്ക് അവിടെ തിരിച്ചു വരും. അപ്പോൾ എന്തായിരിക്കും അതിന്റെ ആൻസർ വരുന്നത് പറയും, e⁻x sin x പ്ലസ് e⁻x cos x മൈനസ് I എന്ന് കൊടുക്കാം. ഇനി ആ I ഇവിടെ വരുമ്പോൾ 2I ഈക്വൽ ടു e⁻x sin x പ്ലസ് e⁻x cos x എന്ന് കൊടുക്കാം. 2I ഈക്വൽ ടു e⁻x sin x പ്ലസ് e⁻x cos x. അപ്പോ വാട്ട്സ് ദ വാല്യൂ ഓഫ് I ഈക്വൽ ടു 1/2 e⁻x sin x പ്ലസ് e⁻x cos x. e⁻x വേണമെങ്കിൽ ഔട്ട് സൈഡിൽ ഇടാം, എന്നിട്ടൊരു പ്ലസ് കൊടുക്കാം.
അപ്പൊ ഇത്രയും റൂൾസുകളാണ് നമ്മൾ എവിടെ പറയുന്നത്, ഇന്റഗ്രേഷന്റെ ബൈ പാർട്സ് എന്ന് പറയുന്ന റൂൾസിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് നമുക്ക് രണ്ടും ഇന്റഗ്രൽ അറിയാവുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, എന്നിട്ട് നമ്മൾ അതിനകത്ത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. മനസ്സിലായോ? ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണ്ട, ഓൾറെഡി ഒന്ന് പറഞ്ഞു പോയതാണ്. ഇന്റഗ്രൽ എക്സ് കോസ് എക്സ്, ആദ്യത്തെ ഫംഗ്ഷൻ പോളിനോമിയൽ ആണ്. അപ്പൊ എങ്ങനെ കൊടുത്താൽ മതി, എക്സ് കോസ് എക്സിനെ നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേഷന്റെ ബൈ പാർട്സ് റൂൾ കൊടുക്കാം. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇന്റഗ്രൽ ലോഗ് എക്സ് മാത്രമേ ഉള്ളൂ. ലോഗ് എക്സ് മാത്രം വരുമ്പോൾ അതിന്റെ ഇന്റഗ്രൽ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആ ലോഗ് എക്സ് ഇൻറ്റു ഒരു 1 കൊടുക്കുക, എന്നിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് പറയൂ, ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. അപ്പൊ അത് നമുക്ക് രണ്ടും ഇന്റഗ്രൽ അറിയാവുന്നതാണ്. ടേക്ക് എക്സ് ആസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ഇ റൈസ് ടു എക്സ് ആസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ, ഇന്റഗ്രൽ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം, സൈൻ ഇൻവേഴ്സ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് കൊടുത്താൽ എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിന് ഒരു തീറ്റാന്നോ വല്ലതും കൊടുത്താൽ, സൈൻ ഇൻവേഴ്സ് എക്സിന് ഒരു തീറ്റ കൊടുത്താൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എക്സ് ആവും. എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്, 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, ഡി തീറ്റ. അപ്പോ ഈ ഇന്റഗ്രൽ എങ്ങനെ വരും എന്ന് പറഞ്ഞേ, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് തീറ്റയാണ്, എക്സ് എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്, ഡി എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഡി തീറ്റയാണ്. അപ്പൊ എക്സ് സൈൻ തീറ്റ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എക്സ് കോസ് തീറ്റ, അല്ലെങ്കിൽ എക്സ് സൈൻ തീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് പോയാൽ മതി, അത് ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, ഇനി അതല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് എന്തായിട്ട് കൊടുക്കുക, നമ്മള് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടും എടുത്താൽ മതി. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഈ സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ഇവിടെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ആയി -2x ന്യൂമറേറ്റർ വന്നാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ എന്ത് കൊടുത്താൽ മതി, നമ്മള് ഒരു -2 ഇട്ട് കൊടുത്തിട്ട് ഒരു -2 ഔട്ട് സൈഡിലൂടെ അങ്ങ് ഇട്ടാൽ മതി. അപ്പൊ ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞേ, -1/2 ഔട്ട് സൈഡിലുണ്ട്. എങ്ങനെ എഴുതാം നമുക്ക്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്, 2 root 1 minus x square. First function into integral of second function minus integral of derivative of first function. Sin inverse x in derivative na 1 by root of 1 minus x square into 2 root 1 minus x square dx എന്ന് കിട്ടും. ദാ ഈ ടേം അങ്ങ് കട്ടായി പോയില്ലേ. അപ്പൊ -1/2 ഇത് 2 sin inverse x into root 1 minus x square minus 2x എന്ന് കിട്ടും. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് നമ്മൾ നേരെ ഡയറക്റ്റ് അതുപോലെ പോയാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അതല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കി എടുത്തോണ്ട് സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രൽ അറിയാവുന്ന ഒരു ഫംഗ്ഷന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ പ്രോബ്ലംസുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് എക്സ് ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സും ഇതുപോലെ എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അതിന് ഐ കൊടുക്കുന്നു. 2 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഐ തന്നെ തിരിച്ചു വരുന്നു. ആ ഇപ്പുറത്തേക്കിട്ട് 2i എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ആൻസറിലോട്ട് പോകാം. വാട്ട്സ് ദി ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ലോഗ് 2x. അപ്പൊ അതിനെ എങ്ങനെ കൊടുക്കണം, നമ്മള് ലോഗ് 2x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും എക്സ് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കണം. കാരണം എന്തുകൊണ്ടാണ്, ലോഗരിതമിക് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ലോഗരിതമിക് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും അതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഏത് ഫംഗ്ഷൻ ആയിട്ട് അത് സെക്കൻഡുമായിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോ എങ്ങനെ വരുന്നെന്ന് പറയൂ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എക്സ് അല്ലേ. അപ്പോൾ എങ്ങനെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് 2x. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്
1/x. അപ്പൊ log 2x-ന്റെ ഡെറിവേറ്റീവ് 1/2x into 2. ചെയിൻ റൂൾ അല്ലെ. log 2x-ന്റെ ഡെറിവേറ്റീവ് 1/2x into 2. x-ന്റെ ഇന്റഗ്രൽ x²/2. So that's equal to log 2x into x²/2 minus ഇവിടെ ഈ ഒരു 2 കട്ടായി, ഇവിടുത്തെ ഒരു x കട്ടായി, 1/2 ഔട്ട്സൈഡിൽ വന്നു, x-ന്റെ ഇന്റഗ്രൽ x²/2. അപ്പൊ ലോഗരിതമിക് ഫംഗ്ഷൻ ആരുടെ കൂടെ വന്നാലും ആ ഫംഗ്ഷൻ എന്തായിട്ട് കൊടുക്കുക? നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷനും പിന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി കൂടെ ഒരുമിച്ച് വരാറില്ല. കാരണം അത് രണ്ടും നമുക്ക് ഇന്റഗ്രൽ അറിയാത്തതാണ്. അപ്പൊ അതിൽ ആരെ ഫസ്റ്റും ആരെ സെക്കൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു കൺഫ്യൂഷൻ. അതിനകത്ത് രണ്ടുപേരുടെ നമുക്ക് ഇന്റഗ്രൽ അറിയില്ല. അപ്പൊ നമുക്ക് തരുന്നതിനകത്ത് ഒരു ഫംഗ്ഷൻ എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ഇന്റഗ്രൽ അറിയാവുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇൻവേഴ്സ് അല്ലെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻ മാത്രമായിട്ട് നമുക്ക് തരും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. x sin inverse x വന്നാലും x tan inverse x വന്നാലും എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞേ? ആ tan inverse x അല്ലെങ്കിൽ ആ sin inverse x അതിന് എന്തായിട്ട് കൊടുക്കാം? നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ആൻസർ കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലോ sin inverse x the whole square ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയോ ലോഗരിതമിക് ഫംഗ്ഷനോ വന്നാൽ അതിന് എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ കൂടെ ഇൻറ്റു ഒരു 1 കൊടുക്കണം അല്ലെ. sin inverse x the whole square into 1 എന്ന് കൊടുത്തു. ശരിയല്ലേ? എന്തായിരുന്നു എന്റെ ആൻസർ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ sin inverse x the whole square into 1ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ x minus integral of derivative of first function. What's the derivative of sin inverse x the whole square? എത്രയാ വരിക? 2 sin inverse x into sin inverse x ന്റെ ഡെറിവേറ്റീവ് into x. ഇങ്ങനെ വന്നു. That's equal to x sin inverse x the whole square minus 2 into ഇതിനെ നമ്മൾ നേരത്തെ ഒരു റൂൾ ചെയ്ത് കാണിച്ച sin inverse x into x/√1 minus x². തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ചെയ്തതാ. എങ്ങനെയാ ചെയ്തത്? ഇതിനെ ഒരു ഇന്റഗ്രൽ അറിയാവുന്ന ഫംഗ്ഷൻ ആക്കാൻ ഇവിടെ ഒരു -2 കൊടുത്താൽ മതി. അപ്പൊ ഇവിടെയും ഒരു -2 കൊടുത്താൽ മതി. ഈ -2 ഒന്ന് കട്ടായി അത് പ്ലസ് ആവും. ഇപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുത്ത് തൊട്ട് മുമ്പ് ഇതേ പ്രോബ്ലം തന്നെ നമ്മളൊരു സ്റ്റെപ്പ് അവിടെ ചെയ്തു പോയതാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മളിപ്പോ പഠിച്ചത്. ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ. അപ്പൊ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇന്റഗ്രൽ uv dx is equal to ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് integral of derivative of first function into integral of second function. അതാണ് ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ നമ്മൾ പറഞ്ഞു. അതിൽ 4 റൂളുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ പോളിനോമിയലിന്റെ കൂടിയാണ് ട്രിഗ്നോമെട്രിയോ e⁻x ഏത് വന്നാലും take polynomial as the first function and the other one is the second function. ലോഗരിതമിക് ഫംഗ്ഷനോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ എപ്പോഴും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, കൂടെയുള്ള ഫംഗ്ഷൻ സെക്കൻഡ് ആവും. ഈ ലോഗരിതമിക് ഫംഗ്ഷനോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയോ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു ഒരു 1 കൂടി കൊടുക്കുക, എന്നിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മെത്തേഡ് പഠിച്ചിരിക്കുന്നത് ഏതാണ്? e⁻x sin x അല്ലെങ്കിൽ e⁻x cos x. ഈ രീതിയിലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്കിൽ അതിന്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ ആദ്യം i എന്ന് കൊടുക്കാം. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്? ഒരു 2 സ്റ്റെപ്പ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരുന്നു? നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്യും. അതിനെ വീണ്ടും എത്ര തവണ ഇന്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് അതിനൊരു ഫൈനൽ ആൻസറിലോട്ട് എത്തില്ല. എപ്പോഴും ഇന്റഗ്രൽ ഓഫ് അതിനകത്ത് ഒരു e⁻x sin x അല്ലെങ്കിൽ ഒരു e⁻x cos x വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റിനെ i എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനകത്ത് 2 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു വരും. അതിന് i എന്ന് കൊടുത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി 2i എന്നാക്കുക. ഇത്രയുമാണ് നമ്മൾ ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന റൂൾ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. എക്സസൈസിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. എന്നിരുന്നാലും എക്സസൈസ് കിടക്കുന്ന ബാക്കി ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.